Hey YouTubers, എല്ലാവർക്കും നമസ്കാരം. You're on Technofactory with me Sumod and welcome to ചെറിയൊരു സെഗ്മെന്റ് ഓഫ് ഹോട്ട് ന്യൂസ്. അധികം ന്യൂസ് അപ്ഡേറ്റ്സ് ഒന്നുമില്ല, 2-3 അപ്ഡേറ്റ്സ് മാത്രമേ ഉള്ളൂ. മെയിൻലി RTX 3050 ഗ്രാഫിക്സ് കാർഡിന്റെ മാർക്കറ്റ് ലോഞ്ചും അതിനെ കുറിച്ച് ഓൺലൈൻ ബെഞ്ച് മാർക്സും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ തുടങ്ങാം. So budget series graphics cards il ഏറ്റവും anticipated graphics cards ആയിരുന്നു RTX 3050 and RX 6500 XT graphics cards. And last week RX 6500 XT graphics card launch ആയി. അതിന്റെ ബെഞ്ച്മാർക്സും കാര്യങ്ങളും നിങ്ങൾ കണ്ടു. അതിന്റെ ഒരു ഡീറ്റെയിൽഡ് ഡെഡിക്കേറ്റഡ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടില്ല എന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് കാണണം, മേളിൽ പിൻ ചെയ്തേക്കാം. 6500 XT നമ്മൾ വിചാരിച്ച പോലെ അത്രയൊരു നല്ല ഗ്രാഫിക്സ് കാർഡ് ഒന്നുമല്ല. പല ലിമിറ്റേഷൻസും പല കട്ട് ഡൗൺസും കുറേ കാര്യങ്ങൾ അത് മിസ്സിംഗ് ആയിട്ടുണ്ട്. ആൻഡ് കറന്റ് സിറ്റുവേഷനിലെ പ്രൈസിംഗ് വെച്ച് നോക്കുവാണെങ്കിൽ അറൌണ്ട് 31,000-32,000 റേഞ്ചിലാണ് മാർക്കറ്റ് അവൈലബിലിറ്റി. സോ ഈ പ്രൈസ് റേഞ്ചിൽ 6500 XT ഗ്രാഫിക്സ് കാർഡ് ഒരു വലിയ ഡിസാസ്റ്റർ ആയിരുന്നു. സോ അത് കഴിഞ്ഞു ഒരാഴ്ചയായി ഇപ്പോൾ NVIDIA RTX 3050 ഒഫീഷ്യലി മാർക്കറ്റിൽ ലോഞ്ച് ആയിട്ടുണ്ട്. ഇതിന്റെയും പ്രൈസിംഗ് MSRP $249 ആണ് ആക്ച്വലി NVIDIA പറഞ്ഞത്. പക്ഷേ ഇന്ത്യൻ പ്രൈസിംഗ് 33 to 38, 39 അണ്ടർ 40,000 റേഞ്ച് ആയിരിക്കും വരുന്നത്. സോ ഓൺലൈൻ ബെഞ്ച് മാർക്സും റിവ്യൂസിന്റെ ബേസിസിൽ നമുക്ക് പറയാൻ പറ്റുന്നത് RTX 3050 കറന്റ് പ്രൈസിംഗ് ആൻഡ് കറന്റ് സിറ്റുവേഷനിൽ നല്ലൊരു ഗ്രാഫിക്സ് കാർഡ് തന്നെയാണ്. സോ ഒരു ഗ്രാഫിക്സ് കാർഡ് അപ്ഗ്രേഡ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ RTX 3050 ഇപ്പം നല്ലൊരു ചോയ്സ് ആണ്. ഇൻ കേസ് നിങ്ങളൊരു APU യൂസ് ചെയ്യുന്നുണ്ട്, ഒരു നല്ല ഗ്രാഫിക്സ് കാർഡ് ആഡ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ 3050 നല്ലൊരു ചോയ്സ് ആണ്. ഇൻ കേസ് ഒത്തിരി പഴയ ഗ്രാഫിക്സ് കാർഡ് യൂസ് ചെയ്യുവാണ് അപ്ഗ്രേഡ് നോക്കുന്നുണ്ടെങ്കിലും 3050 ഇപ്പോൾ നോക്കാവുന്നതാണ്. പക്ഷേ എന്നാലും എല്ലാവർക്കും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. ആ കാര്യങ്ങൾ ഞാൻ ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ബേസിക് സ്പെക്സ് ഒന്ന് നോക്കാം. സോ RTX 3050 വരുന്നത് 8GB VRAM ആണ്, GDDR6 ബേസ്ഡ് മെമ്മറി, 2560 CUDA കോഴ്സ് ആണ്, ബേസ് ക്ലോക്ക് സ്പീഡ് 1.5 GHz ബൂസ്റ്റ് 1.78 ആണ്. ചില ഓവർക്ലോക്ക്ഡ് മോഡൽസിൽ ഇത് 1.8 GHz മേലെ ആയിരിക്കും. 128 ബിറ്റിന്റെ മെമ്മറി ബസ് വിഡ്ത്തും മെമ്മറി സ്പീഡ് 14 Gbps ആണ്. ആൻഡ് PCI ഇന്റർഫേസ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നത് PCI 4x8 ലേൻസ് ആണ്. സോ കമ്പാരിറ്റീവ്ലി 6500Xനേക്കാളും ബെറ്റർ ആണ്. റേ ട്രേസിംഗ് കോഴ്സ് ഇതിൽ 20 ആണുള്ളത്. TDP അല്ലെങ്കിൽ പവർ ഡ്രോ നോക്കുവാണെങ്കിൽ 130 വാട്ട്സ് ആണ് NVIDIA പറയുന്നത്. സോ ഈവൻ ദോ റേ ട്രേസിംഗ് സപ്പോർട്ട് ഉണ്ട് ആൻഡ് 8GB VRAM ആണ്, ബട്ട് സ്റ്റിൽ അത്ര പവർ കൺസ്യൂം ചെയ്യുന്ന ഒരു ഗ്രാഫിക്സ് കാർഡ് അല്ല. 130 വാട്ട്സ് ആണ്. ഓൺലൈൻ ബെഞ്ച് മാർക്സിലെ ഗെയിമിംഗ് പെർഫോമൻസ് നമ്മൾ അനലൈസ് ചെയ്ത് നോക്കുവാണെങ്കിൽ 1660 സൂപ്പർ ആൻഡ് RTX 2060 ഗ്രാഫിക്സ് കാർഡിന്റെ ഇടയ്ക്കാണ് ഇത് വരുന്നത്. ചില ബെഞ്ച് മാർക്സിലൊക്കെ 1660 സൂപ്പർ അവിടെ ഇവിടെയും ചെറുതായിട്ടൊന്ന് ലീഡ് ചെയ്യുന്നുണ്ട്. ബട്ട് ഓവറോൾ നോക്കുവാണെങ്കിൽ 1660 സൂപ്പറിന്റെ പെർഫോമൻസ് എന്തായാലും നമുക്ക് RTX 3050 ഗ്രാഫിക്സ് കാർഡിൽ ഈസിലി കിട്ടും. അത് വലിയൊരു ഹൈലൈറ്റ് ആയിട്ടും പറയാൻ പറ്റത്തില്ല, ബിക്കോസ് 2 വർഷം മുമ്പ് ഇറങ്ങിയ ഗ്രാഫിക്സ് കാർഡാണ് GTX 1660 സൂപ്പർ. അതും ഹൈ എൻഡ് RTX ലൈനപ്പിൽ വരാത്ത GTX സീരീസിലെ ഒരു ഗ്രാഫിക്സ് കാർഡാണ്. സോ 2 വർഷം മുമ്പത്തെ അതേ പെർഫോമൻസ് ആണ് ഇപ്പോൾ നമുക്ക് ഇപ്പോഴും പുതിയൊരു ആംപിയർ ആർക്കിടെക്ചറിൽ നമുക്ക് കിട്ടുന്നതെന്ന് പറയുമ്പം വലിയൊരു മേജർ അച്ചീവ്മെന്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇപ്പോഴത്തെ പ്രൈസിംഗ് സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പം എന്തായാലും 3050 ഒരു വേർതി കാർഡ് തന്നെയാണ്. 1660 സൂപ്പർ അല്ലെങ്കിൽ RTX 2060യുടെ കറന്റ് പ്രൈസിംഗ് നോക്കുവാണെങ്കിൽ 45 to 55,000 റേഞ്ച് ഒക്കെയാണ്. സോ അതുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പം കറന്റ് പ്രൈസിംഗ് സിറ്റുവേഷനും ഓവറോൾ പാൻഡമിക് സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പം 3050 അണ്ടർ 35,000 റേഞ്ചിൽ ഒരു നല്ലൊരു ഗ്രാഫിക്സ് കാർഡാണ്. സോ ഗെയിമിംഗ് പെർഫോമൻസിൽ ലാസ്റ്റ് വീക്ക് ഇറങ്ങിയ RX 6500 XT ഗ്രാഫിക്സ് കാർഡിനെ ഈസിലി ബീറ്റ് ചെയ്യുന്നുണ്ട് RTX 3050 ഗ്രാഫിക്സ് കാർഡ്. ഗെയിമിംഗ് മാത്രമല്ല, പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ എഡിറ്റിംഗ് റിലേറ്റഡ് വർക്ക്സിന്റെ ബെഞ്ച് മാർക്സ് നോക്കുവാണെങ്കിലും ലാസ്റ്റ് വീക്ക് ഞാൻ പറഞ്ഞു 6500 XT ഗ്രാഫിക്സ് കാർഡിൽ വീഡിയോ എൻകോഡിംഗ് ഡീകോഡിംഗ് സപ്പോർട്ട് ഇല്ല എന്നുള്ളത്. സോ അതുകൊണ്ട് തന്നെ ഒബ്വിയസ്ലി 3050 എഡിറ്റിംഗ് അല്ലെങ്കിൽ റെൻഡറിംഗ് പർപ്പസിനും നല്ലൊരു ഗ്രാഫിക്സ് കാർഡ് തന്നെയാണ്. സോ ഇവൻ ദോ NVIDIA പറഞ്ഞ പ്രൈസിംഗ് ആൻഡ് NVIDIA അഡ്വർടൈസ് ചെയ്തത് ഒരു ലോ ബഡ്ജറ്റ് ഗ്രാഫിക്സ് കാർഡ് ആണെങ്കിലും നമുക്ക് ഇപ്പോഴത്തെ പ്രൈസിംഗ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ച് 35,000 റേഞ്ചിൽ വേറെ ഗ്രാഫിക്സ് കാർഡ് ഒന്നും തന്നെ ഇല്ല. റെക്കമെൻഡ് ചെയ്യാൻ പറ്റിയ 35,000 റേഞ്ചിൽ ഗ്രാഫിക്സ് കാർഡ് ഇപ്പം കറന്റ്ലി ഒന്നുമില്ല. സോ ആ ഒരു സ്ലോട്ടിൽ 3050 നല്ലൊരു ചോയ്സ് ആണ്. സിമിലർലി 1660 സൂപ്പറും RTX 3050യുടെ പ്രൊഡക്ടിവിറ്റിയുടെ ചെറിയ ബെഞ്ച് മാർക്സ് ഓൺലൈനിലെ കമ്പയർ ചെയ്യുവാണെങ്കിൽ പ്രീമിയർ പ്രോ ബെഞ്ച് മാർക്കിൽ 18% ഫാസ്റ്റർ ആണ് കമ്പയർ ടു 1660 സൂപ്പർ. ഓൾമോസ്റ്റ് നിയർലി 3 to 4% 1660 സൂപ്പർ ആണ് ബെറ്റർ ഇൻ DaVinci Resolve. സിമിലർലി ബ്ലെൻഡർ സോഫ്റ്റ്വെയറിന്റെ റെൻഡറിംഗ് ടെസ്റ്റിലും കമ്പയർ ടു GTX 1660 സൂപ്പർ RTX 3050 ഏകദേശം ഒരു 18 to 20% ഫാസ്റ്റർ ആണ്. സോ അത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത റേഞ്ച് തന്നെയാണ്. കമ്പാരിറ്റീവ്ലി മോസ്റ്റ്ലി എല്ലാ ബെഞ്ച് മാർക്സിലും 1660 സൂപ്പറുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈവൻ 1650യുടെ പ്രൈസ് ഇപ്പം 26,000 റേഞ്ച് ഒക്കെയാണ്. സോ അതിലും ബെറ്റർ കുറച്ച് ക്യാഷ് എക്സ്ട്രാ സ്പെൻഡ് ചെയ്യുവാണെങ്കിൽ Inno 3Dയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ലോ എൻഡ് 3050 എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നിങ്ങൾക്ക് ബെറ്റർ. പക്ഷേ ഇൻ കേസ് നിങ്ങളുടെ കയ്യിൽ 1660 സൂപ്പർ, 1660 Ti അല്ലെങ്കിൽ RTX 2060 or even 1650 സൂപ്പർ
നിങ്ങൾ ഈ പാൻഡമിക്കിന് മുന്നേ വാങ്ങിച്ചു വെച്ച ഗ്രാഫിക്സ് കാർഡ്സ് ഈ പറഞ്ഞ ഗ്രാഫിക്സ് കാർഡ്സിൽ ഏതെങ്കിലുമൊക്കെ ആണെങ്കിൽ 3050 അപ്ഗ്രേഡ് ചെയ്യുന്നത് ഒരു നല്ലൊരു ചോയ്സ് അല്ല. കാരണം നിങ്ങൾ ഇപ്പോൾ യൂസ് ചെയ്യുന്ന 1660 സൂപ്പർ ആയാലും TI ആയാലും RTX 2060 ആയാലും കമ്പാരിറ്റീവ്ലി നിങ്ങൾ വാങ്ങിച്ച ആ ഒരു പ്രൈസിന് അത് ബെറ്റർ തന്നെയാണ്. 1660 സൂപ്പർ ഒക്കെ പണ്ട് 20,000 റേഞ്ച് ആയിരുന്നു. ഒബ്വിയസ്ലി RTX 2060യും ഏകദേശം 26,000-28,000 റേഞ്ച് ഒക്കെ ആയിരുന്നു. സോ ആ പ്രൈസിൽ നിങ്ങൾ പഴയ ഈ പറഞ്ഞ ഗ്രാഫിക്സ് കാർഡ്സ് ആണ് വാങ്ങിച്ചു വെച്ചത്. അതാണ് ഇപ്പം നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ 3050 ഒരു അപ്ഗ്രേഡ് അത്ര റെക്കമെൻഡഡ് അല്ല. മേ ബി ഒരു 3060 അല്ലെങ്കിൽ ഹയർ ഗ്രാഫിക്സ് കാർഡിലോട്ടായിരിക്കണം നിങ്ങൾ പോകേണ്ടത്. 3050 എന്തായാലും നിങ്ങൾ വരുന്നത് വലിയ കാര്യമില്ലെന്ന് ഞാൻ പറയത്തുള്ളൂ. പിന്നെ ഇതെല്ലാം നിങ്ങളുടെ ബഡ്ജറ്റിലും ഡിപ്പെൻഡ് ചെയ്യും. അതുപോലെ തന്നെ ഇൻ കേസ് നിങ്ങൾക്ക് റേ ട്രേസിംഗ് ട്രൈ ചെയ്യണം അല്ലെങ്കിൽ RTX സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗ്രാഫിക്സ് കാർഡ് വാങ്ങണം, അങ്ങനെ ഉണ്ടെങ്കിൽ വേണേൽ 3050 എടുക്കാം. കാരണം ഏറ്റവും ചീപ്പസ്റ്റ് റേ ട്രേസിംഗ് സപ്പോർട്ട് ചെയ്യുന്ന ഗ്രാഫിക്സ് കാർഡാണ് RTX 3050. സോ ആ ഒരു കാറ്റഗറി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം മൈൻഡിലുണ്ടെങ്കിൽ 3050 നോക്കാവുന്നതാണ്. ബട്ട് നേരത്തെ പറഞ്ഞ ഗ്രാഫിക്സ് കാർഡ്സ് ഒക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് തന്നെയാണ് വെക്കുന്നത് നല്ലത്. ഇപ്പം ഇതിലോട്ട് അപ്ഗ്രേഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതേപോലെ പുതിയതായിട്ട് ഒരു PC ബിൽഡ് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിലും RTX 3050 റെക്കമെൻഡഡ് ആണ്. 80,000 to 1 lakh റേഞ്ചിൽ ഒരു PC ആണ് നോക്കുന്നെങ്കിൽ ആ ഒരു ബഡ്ജറ്റ് നമുക്ക് സെറ്റ് ആക്കാൻ പറ്റും. സ്റ്റാർട്ടിംഗ് ഒരു 80,000 റേഞ്ച് നിങ്ങൾ PC നോക്കുന്നുണ്ടെങ്കിൽ 3050 ഗ്രാഫിക്സ് കാർഡ് ഈസിലി യൂസ് ചെയ്യാൻ പറ്റും. എനിവേ സ്പെക്സിന്റെ ഒക്കെ ഒരു ലേറ്റസ്റ്റ് YBB വീഡിയോ ഉടനെ വരുന്നതായിരിക്കും. 12th gen പ്രോസസ്സേഴ്സും ലേറ്റസ്റ്റ് ഗ്രാഫിക്സ് കാർഡും ഇതെല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഒരു വീഡിയോ വരും. സോ ബോട്ടം ലൈൻ ഇത്രയും പറയാനുള്ളൂ. 35,000 റേഞ്ചിൽ ഇപ്പം അവൈലബിൾ ആയിട്ടുള്ള ആകെയുള്ള ഗ്രാഫിക്സ് കാർഡ് RTX 3050 ആണ്. ആൻഡ് ഓൾസോ ഏറ്റവും ലോവസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും ചീപ്പസ്റ്റ് റേ ട്രേസിംഗ് സപ്പോർട്ട് ചെയ്യുന്ന ഗ്രാഫിക്സ് കാർഡും 3050 തന്നെയാണ്. പെർഫോമൻസ് വൈസ് GTX 6060 സൂപ്പർ ആൻഡ് RTX 2060 ഏകദേശം അതിൻ്റെ ഇടയ്ക്കാണ് വരുന്നത്. സോ ഇപ്പോഴത്തെ കറന്റ് സിറ്റുവേഷനിൽ ഈ പ്രൈസ് റേഞ്ചിൽ എടുക്കാൻ പറ്റിയ നല്ലൊരു ഗ്രാഫിക്സ് കാർഡ് തന്നെയാണ് RTX 3050. നെക്സ്റ്റ് അപ്ഡേറ്റ് വരാനിരിക്കുന്ന RTX 6000 സീരീസിലെ ലാപ്ടോപ്പ് പ്രോസസ്സറിന്റെ ഒരു ബെഞ്ച് മാർക്ക് ലീക്ക് ആണ്. സോ ഇത് AMD അനൗൺസ് ചെയ്ത ടൈമിൽ AMDയുടെ ബെഞ്ച് മാർക്ക് ലീക്ക് ഒന്നുമല്ല, പക്ഷേ തേർഡ് പാർട്ടി ഒരു ലാപ്ടോപ്പ് മാനുഫാക്ചറിംഗ് കമ്പനിയുടെ ഒരു ബെഞ്ച് മാർക്കിംഗ് സംഭവമാണ് ലീക്ക് ആയത്. Ryzen 6900HX പ്രോസസ്സറിന്റെയാണ് ഈ ബെഞ്ച് മാർക്ക്. സോ 6000 സീരീസിലെ 8 കോഴ്സും 16 ത്രെഡ്സും വരുന്ന 3.3 GHz to 4.9 GHz ബൂസ്റ്റ് ഉള്ള RDNA 2 ബേസ്ഡ് ഗ്രാഫിക്സ് വരുന്ന ഒരു പ്രോസസ്സറാണ് 6900HX. സോ ഇവിടെ പഴയ 5900HX പ്രോസസ്സറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം 30 to 33% ഫാസ്റ്റർ ആണ്. സിംഗിൾ കോർ സ്കോർ നോക്കുവാണെങ്കിൽ 1593യും മൾട്ടി കോർ സ്കോർ 10,151 ആണ്. സോ പഴയ 5000 സീരീസ് റൈസനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 6000 സീരീസ് ഫാസ്റ്റ് തന്നെയാണ്. ബട്ട് ഇന്റലിന്റെ 12900H പ്രോസസ്സറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ് കംപ്ലീറ്റ്ലി റൈസൻ പ്രോസസ്സർ ബീറ്റ് ആകുന്നത്. ഇന്റൽ i9 12900H ബേസ്ഡ് പ്രോസസ്സേഴ്സിന്റെ ബെഞ്ച് മാർക്സിൽ സിംഗിൾ കോർ എല്ലാം 1700 to 1900 റേഞ്ച് ആണ്. ആൻഡ് മൾട്ടി കോർ പെർഫോമൻസ് സ്കോർസ് കമ്പയർ ചെയ്യുമ്പോൾ അറൌണ്ട് 14,000 റേഞ്ച് ആണ് വരുന്നത്. സോ ഈ സ്കോർസ് നമ്മൾ Ryzen 6900HX പ്രോസസ്സറിന്റെ സ്കോർസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സിംഗിൾ കോർ പെർഫോമൻസിൽ 7 to 21% ഫാസ്റ്റർ ആണ് ഇന്റൽ i9 12900H. ആൻഡ് സർപ്രൈസിംഗ്ലി മൾട്ടി കോർ പെർഫോമൻസിൽ 37 to 42% ഫാസ്റ്റർ ആണ്. സോ ഇത് ഇവൻ ദോ ലീക്ഡ് സ്കോർസ് ആണെങ്കിലും മോസ്റ്റ് ഓഫ് ദ ടൈം ഇതുപോലത്തെ സംഭവങ്ങൾ 95% കറക്റ്റ് ആകാനാണ് ചാൻസസ്. സോ AMDയുടെ നെക്സ്റ്റ് ജനറേഷൻ പ്രോസസ്സേഴ്സിന്റെ പെർഫോമൻസ് എങ്ങനെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ചെറിയ സംശയങ്ങളൊക്കെ അവിടെ ഇവിടെ വരുന്നുണ്ട്. ഇവൻ ദോ ഇത് ലാപ്ടോപ്പ് പ്രോസസ്സറിന്റെ ഒരു ലീക്ക് അല്ലെങ്കിൽ ബെഞ്ച് മാർക്ക് ആണെങ്കിലും AMD സൈഡ് ഇപ്പോൾ എന്താണെന്ന് അറിയത്തില്ല. AMDയുടെ സമയം ശരിയല്ലെന്നാണ് തോന്നുന്നത്. വിചാരിക്കുന്ന പോലെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. സോ ഫ്യൂച്ചർ വരാനിരിക്കുന്ന പ്രോസസ്സർ എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് എന്തായാലും ഇപ്പോൾ പറയാൻ പറ്റത്തില്ല. കുറച്ച് നാൾ വെയിറ്റ് ചെയ്ത് നോക്കാം. എനിവേസ് അടുത്ത അപ്ഡേറ്റ് ഇന്റൽ XE ഡിസ്ക്രീറ്റ് ഗ്രാഫിക്സ് കാർഡിന്റെ കുറച്ച് ബെഞ്ച് മാർക്ക് ലീക്സ് ആണ്. സോ ഇന്റൽ ഡിസ്ക്രീറ്റ് ഗ്രാഫിക്സ് കാർഡ്സിലെ ആൽക്കമിസ്റ്റ് സീരീസിലെ 4096 കോഴ്സ് ഉള്ള 2.1 GHz ക്ലോക്ക് സ്പീഡ് കാണിക്കുന്ന ഒരു ഗ്രാഫിക്സ് കാർഡിന്റെ ബെഞ്ച് മാർക്ക് അല്ലെങ്കിൽ ഒരു ലീക്ഡ് അപ്ഡേറ്റ് ആണിത്. സോ മോസ്റ്റ്ലി 16 GB VRAM ആയിരിക്കും ഈ പർട്ടിക്കുലർ മോഡൽ 512 എക്സിക്യൂഷൻ യൂണിറ്റ്സ് ഉള്ള ഈ പർട്ടിക്കുലർ മോഡൽ കാണുന്നത്. സോ ഗ്രാഫിക്സ് കാർഡിന്റെ പെർഫോമൻസ് അനലൈസ് ചെയ്യാൻ വേണ്ടി നോക്കുന്ന GPU ഫ്ലോട്ടിംഗ് ടെസ്റ്റ് റിസൾട്ട്സ് ആണ് ഈ കാണുന്നത്. ആൻഡ് ഇന്റലിന്റെ അൺനോൺ 16 GB VRAM ഉള്ള ഗ്രാഫിക്സ് കാർഡ് NVIDIA RTX 3070 7% ഫാസ്റ്റർ ആണ്. സോ ഇതും ഒരു ലീക്ഡ് ബെഞ്ച് മാർക്ക് ആണ്. ആൻഡ് ഓൾദോ റിയൽ വേൾഡ് പെർഫോമൻസിൽ ഡിഫറൻസസ് ഒക്കെ ഉണ്ടാകും. പക്ഷെ എന്നാലും ഓൺ പേപ്പർ അല്ലെങ്കിൽ ഒരു ഇനീഷ്യൽ ബെഞ്ച് മാർക്കിംഗിൽ 7% ഫാസ്റ്റർ ദാൻ NVIDIA 3070 Ti എന്ന് പറയുമ്പോൾ അതും ഒരു പുതിയ എൻട്രി. ഫസ്റ്റ് ടൈം ആണ് ഇപ്പം ഡിസ്ക്രീറ്റ് ഗ്രാഫിക്സ് കാർഡ് ലൈനപ്പിലോട്ട് വരുന്നത്. സോ പുതിയൊരു എൻട്രി ചിപ്പ് അറ്റ്ലീസ്റ്റ് 7% ചില ബെഞ്ച് മാർക്സിലെങ്കിലും ഫാസ്റ്റർ ആണെന്ന് പറയുമ്പോൾ അതൊരു നല്ല കാര്യം തന്നെയാണ്. സോ എനിവേസ് ഇന്റൽ അനൗൺസ് ചെയ്തത് 2022 ഫസ്റ്റ് ക്വാർട്ടറിൽ ആർക്ക് ഗ്രാഫിക്സ് കാർഡ്സ് ഉള്ള ലാപ്ടോപ്പ് വരുന്നതായിരിക്കും. ആൻഡ് ഹോപ്പ്ഫുള്ളി അത് കഴിഞ്ഞു മേ ബി ഐ തിങ്ക് ഒരു 3-4 മാസം കഴിഞ്ഞാൽ ജൂൺ ജൂലൈ ടൈമിൽ 1-2 ഇവന്റ്സും കൂടെ വരാനുണ്ട്. സോ ഈ ഒരു ടൈം പീരീഡിൽ ഡിസ്ക്രീറ്റ് ഡെസ്ക്ടോപ്പ് ഗ്രാഫിക്സ് കാർഡ്സിന്റെ എന്തെങ്കിലും ന്യൂസ് ഓർ അനൗൺസ്മെന്റ് ഉണ്ടാകുമായിരിക്കും. സോ എപ്പോഴും പറയുന്ന പോലെ നമുക്ക് വെയിറ്റ് ചെയ്യാൻ നോക്കാം. ഇന്നത്തെ വീഡിയോയിൽ ഗൈസ് ഇത്രേ ഉള്ളൂ. സോ ഐ ഹോപ്പ് യു ലൈക്ക് ദ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിയെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ്
തൊട്ടടുത്തുള്ള മണിയും കൂടെ അടിച്ചിട്ടേക്കാം. അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാം. ചിൽ ദെൻ ബി പോസിറ്റീവ് ആൻഡ് സ്റ്റേ ഹാപ്പി.